വേദപ്രിയ കമഡിയിലേക്ക് സുസ്വാഗതം. ഒരുപാട് ഭക്തർ പറഞ്ഞു കേൾക്കുന്ന ഒരു പരിഭവമാണ്. ഞങ്ങൾ ഒരുപാട് നാളായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലേ, ഞങ്ങൾക്ക് എന്താണ് ആ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ശുഭകരമായി തീർത്തു തരാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിതാഭിലാഷങ്ങൾ ചെയ്തു തരാത്തത്, ആ കാര്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നടത്തി തന്നില്ല എന്നൊക്കെ പരിഭവം പറയുന്ന ഭക്തരെ കാണാറുണ്ട്. അതൊരു സത്യമാണ്. പക്ഷേ ആ ഭക്തർ നമ്മളോട് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിന് യഥാർത്ഥമായ മറുപടി കൊടുക്കാറുണ്ട്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മറുപടിയുമാണ്. ഭഗവാനുമായിട്ട് നിങ്ങൾ അടുത്തടുത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അധികാരി ഭഗവാനായി മാറിക്കഴിയുമ്പോൾ, നിങ്ങളുടെ അധികാരി ഭഗവാനായി മാറിക്കഴിയുമ്പോൾ നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ, കർമ്മഫലത്തിൻ്റെ ഭാഗങ്ങൾ ബാക്കി കിടക്കുന്നുണ്ടാവും. നിങ്ങളെ ആദ്യം ഭഗവാൻ സംശുദ്ധനാക്കും. ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറച്ച് കഷ്ടതകളും കാര്യങ്ങളും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഭഗവാന്റെ ഇച്ഛയാണ്, എൻ്റെ സംശുദ്ധീകരണമാണ് ഇതിലൂടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭക്തന് സന്തോഷമായിരിക്കും. സന്തോഷത്തോടു കൂടി അത് ചെയ്യും. ഭഗവാൻ നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ആ കാര്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് കാണുവാനായിട്ട് തൻ്റെ ഭക്തർക്ക് അങ്ങനെ ഒരു, എന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുത്തുവാനായിട്ട് ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിച്ചിട്ട് അത് തരാതിരിക്കുന്നതും. നിങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ അവസാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ലയിച്ചു ചേരുന്ന സമയത്ത് അത് പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടും. അതിന് യാതൊരുവിധ സംശയവുമില്ല. ഭഗവാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും. വിഷ്ണുമായ സ്വാമിയെ ശരണം.